കഴിഞ്ഞ ദിവസം നമ്മൾ പെറ്റൂണിയ പൂക്കാത്തതിനെക്കുറിച്ചുള്ള റീസൺസ് വെച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിലൊരു കമൻറ്റ് കണ്ടിരുന്നു, ഫോസ്ഫറസ് കണ്ടൻറ്റ് കൂടിയ കുറച്ച് ഫെർട്ടിലൈസർ ഒരു വീഡിയോ ചെയ്യാവുമെന്ന്. അപ്പോൾ അതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരാളാണ് കമൻറ്റ് ചെയ്ത് നമ്മളോട് ചോദിക്കുന്നതെങ്കിലും ആ ഒരാൾക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലപ്പോൾ ആൻസർ വീഡിയോ ഇടുന്നത്. അപ്പോൾ പൊതുവേ നമ്മൾ NPK, DAP അങ്ങനെയുള്ള ഫെർട്ടിലൈസേഴ്സാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ പൊതുവേ നമ്മൾ NPK നോക്കുമ്പോൾ NPK 19 കേട്ടിട്ടുണ്ട്. അതായത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. N എന്ന് പറഞ്ഞാൽ നൈട്രജൻ, P എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ്, K എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. ഇങ്ങനെ ഈ 18, 19 ഇങ്ങനെയൊക്കെയുള്ള വളങ്ങളാണ് നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത്. ഇതുപോലെ 16 ഉണ്ട്, അതുപോലെ 20 ഉണ്ട്. അപ്പോൾ ഇതൊക്കെ NPKയുടെ ഡോസേജുള്ള വളങ്ങളാണ്. ഇതിലൊക്കെ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒരുപോലെയാണ് ഉള്ളത്. 18 19 16 20 അപ്പോൾ ഈ 4 കേട്ടോ, 4 നമ്മുടെ NPK ഈക്വൽ ആയിട്ടാണ് ഉള്ളത്. ഇതല്ലാണ്ട് നമുക്ക് കുറച്ച് വളങ്ങളുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ 12:32:16 ഉണ്ട്, അതേപോലെ 0:52:34 ഉണ്ട്. ഇതിലൊക്കെ നമ്മുടെ ഫോസ്ഫറസിൻ്റെയും അതുപോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെയും അളവ് കൂടുതലാണ്. 0:52:34 52% നമുക്ക് ഫോസ്ഫറസ് ഉണ്ട്, 34% നമുക്ക് പൊട്ടാസ്യം ഉണ്ട്. ഇപ്പോൾ ഇതിൽ N ആബ്സെൻ്റ് ആണ്, അതായത് Nൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ Nൻ്റെ വാല്യൂ ഇല്ലാണ്ടാവുമ്പോൾ ലീഫി ഗ്രോത്തിനെക്കാളും ആ ഒരു പ്ലാന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് ഏതിനാണ്? നമ്മുടെ ഫ്ലവറിങ്ങും അല്ലെങ്കിൽ ഫ്രൂട്ട്സിനൊക്കെ ആണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റും സൈസിനൊക്കെയാണ് ഈ ഒരു വളങ്ങൾ കൊടുക്കുന്നത്. NPK 0:52:34 കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ വേറൊരു വളമുണ്ട് 12, 32, 16. അപ്പോൾ ഈ ഒരു വളത്തിലും ഫോസ്ഫറസിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അളവ് നൈട്രജനെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ലീഫിൻ്റെ ഗ്രോത്തും അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു സ്റ്റേജും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഡെവലപ്മെൻറ്റും ഒക്കെ ആണെങ്കിൽ നമുക്ക് 12, 32, 16 കൊടുക്കാവേ. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് നമുക്ക് ഈ 2 വളങ്ങൾ വേണമെങ്കിൽ 0:52:34 കൊടുക്കാം, ഇല്ലെങ്കിൽ 12:32:16 കൊടുക്കാം. ഈ 2 വളങ്ങളിൽ ഏത് വേണോ നിങ്ങൾക്ക് കൊടുക്കാവേ. അപ്പോൾ ഞാനിത് പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ NPK ആബ്സെൻ്റ് ആയിട്ടുള്ള വളത്തിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതെന്ന് പറഞ്ഞാൽ 0:52:34 എന്ന് പറഞ്ഞാൽ മോണോ പൊട്ടാസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ. അതായത് N 0 ആകുമ്പോൾ അൺവാണ്ടഡ് ലീഫ് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അതുമൂലം നമ്മളെ ഒരു പ്ലാന്റിൻ്റെ ഫ്ലവറിങ് സ്റ്റേജിലാണ് നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കുന്നത്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞാൽ ഹൈ ഫോസ്ഫറസ് കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് നമ്മുടെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഇതെന്ത് ചെയ്യും? പ്രൊമോട്ട് ചെയ്തിട്ട് ബ്ലൂമിങ് ക്വാളിറ്റീനെ ഇൻക്രീസ് ചെയ്യുവേ. അപ്പോൾ പൊട്ടാസ്യം കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ഒരു ഫ്രൂട്ട് പ്ലാന്റിനാണ് ഈ ഒരു വളം കൊടുക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ടിന് ഫ്രൂട്ടിൻ്റെ സൈസും അതുപോലെ തന്നെ അതിൻ്റെ ഫ്ലേവറും ബെറ്റർ ആക്കാനായിട്ട് സഹായിക്കുവേ. അപ്പോൾ ഇതാണ് ഈ NPKയുടെ 0:52:34 കൊടുക്കുന്നതിനുള്ള ഗുണങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്നുകൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. N 0 ആയതിനാൽ ലീഫിൻ്റെ ഗ്രോത്തിനെക്കാളും എന്തിനെ പ്രൊമോട്ട് ചെയ്യും? ബ്ലൂമിങ്ങിനെ പ്രൊമോട്ട് ചെയ്യും കേട്ടോ ഈ ഒരു വളം. പിന്നെ വേറൊരു വളം കൂടിയുണ്ട് 12:61:00. അതിനകത്ത് 12% ഏതുണ്ടാവും? നൈട്രജൻ ഉണ്ടാവും, 61% ഫോസ്ഫറസ് ഉണ്ടാവും. അവിടെ പൊട്ടാസ്യത്തിൻ്റെ അളവ് 0 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറിന് ഫോസ്ഫറസ് കണ്ടൻറ്റുള്ള വളങ്ങളെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് നാച്ചുറൽ വളങ്ങളും കൂടി ഞാനിതിനകത്ത് പറഞ്ഞു തരാവേ. അതിനു മുമ്പേ നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം പറയാനുണ്ട്. NPKയുടെ ഈ വളങ്ങൾ നമ്മുടെ മിക്ക കീടനാശിനിയും അതുപോലെ കുമിൾനാശിനിയായിട്ടൊക്കെ ഒരുമിച്ച് ഉപയോഗിക്കാൻ അനുയോജ്യമാണ്. എന്നാൽ കൂടിയും നമ്മുടെ കാൽസ്യം, മഗ്നീഷ്യം, സൾഫർ എന്നിവ അടങ്ങിയ ഉൽപ്പന്നങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ഒരിക്കലും ഉപയോഗിക്കരുത്. ഇവ ഇങ്ങനെ ഒരുമിച്ച് ഉപയോഗിച്ചാൽ രാസപ്രവർത്തനം നടന്നിട്ട് മരുന്നിൻ്റെ ഗുണം കുറയുകയോ അല്ലെങ്കിൽ നമ്മുടെ ലീഫ് ഉണ്ടല്ലോ അതിന് ദോഷം വരുത്തുകയോ ബേണിംഗ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ സംഭവങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് ഒരിക്കലും ഉപയോഗിക്കരുത്.
ഉപയോഗിക്കരുത്. നമ്മൾ NPKയുടെ ഈ ഒരു പറഞ്ഞ വളങ്ങൾ കൊടുക്കുന്നതിനോട് ഞാൻ പറഞ്ഞല്ലോ ബ്ലൂമിങ് പ്രൊമോട്ട് ചെയ്യും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടിരിക്കും. നമുക്ക് ഇൻറ്റൻസ് ആയിട്ട് നമ്മുടെ റൂട്ടിൻ്റെ ഡെവലപ്മെൻറ്റിന് ഈ ഒരു വളം കൊടുക്കുന്നതിന് സഹായിക്കും. പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ഹെൽത്തിനെ സഹായിക്കും. എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യും ഡിസീസ് റെസിസ്റ്റൻസിനെ. നമ്മുടെ എൻവിറോൺമെൻറ്റിലുള്ള സ്ട്രെസ്സ് മൂലമുണ്ടാകുന്ന ഡിസീസിനെയൊക്കെ ടോളറേറ്റ് ചെയ്യാനായിട്ട് ഈ വളം കൊടുക്കുന്നതിന് മുമ്പ് സഹായിക്കുവേ. പിന്നെ ഇത് വന്നിട്ട് സേഫ് ആപ്ലിക്കേഷനാണ്. നമ്മുടെ ക്ലോറൈഡും സോഡിയം ഒക്കെ മിനിമൈസ് ചെയ്യുന്നത് കൊണ്ട് ഇതിൽ ലീഫിനെ ബേൺ ചെയ്യാനുള്ള ഒരു പവർ കുറവാണ് ഈ ഒരു വളത്തിന്. ഇതിൻ്റെ ആപ്ലിക്കേഷൻ പറഞ്ഞുതരാം കേട്ടോ. 1 മുതൽ 2 ഗ്രാം വരെ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ പെറ്റൂണിയക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡോസിൽ വേണം ആദ്യം ഒരു പ്ലാന്റിനെ ഒന്ന് പരീക്ഷിച്ചിട്ട് വേണം ബാക്കിക്ക് അടിക്കാനായിട്ട്. കാരണം എന്ന് പറഞ്ഞാൽ പല സ്ഥലത്തും ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ വ്യത്യാസമാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മളിത് കൊടുക്കാനായിട്ട്. കൊടുക്കേണ്ട ടൈം എന്ന് പറഞ്ഞാൽ ഒന്നീ രാവിലെയോ കൊടുക്കണം, അല്ലെങ്കിൽ വൈകുന്നേരം സമയത്തായിരിക്കണം കൊടുക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് ഉള്ള ടൈമിൽ ഇത് ഒരിക്കലും ഉപയോഗിക്കരുത്. നമ്മുടെ പ്ലാന്റ്സ് ഇല്ലാണ്ടായി പോവേ. അപ്ലൈ ചെയ്യേണ്ട ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ പ്രീ ബ്ലൂമിങ് സ്റ്റേജിൽ അല്ലെങ്കിൽ പോസ്റ്റ് ബ്ലൂമിങ് സ്റ്റേജിലായിരിക്കണം ഈ ഒരു ഫെർട്ടിലൈസർ കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് NPKയുടെ കാര്യങ്ങൾ കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പെറ്റൂണിയ ഭയങ്കര സെൻസിറ്റീവ് പ്ലാന്റാണ്. നോക്കിയും കണ്ടും വേണം നമ്മൾ ഫെർട്ടിലൈസർ കൊടുക്കാനായിട്ട്, അതായത് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ കൊടുക്കാനായിട്ട്. പിന്നെ നമുക്ക് DAP നമുക്ക് വിട്ടുപോകാൻ പറ്റാത്ത ഒന്നാണ്. DAP എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫോസ്ഫറസ് നന്നായിട്ട് കോൺസെൻട്രേറ്റ് കൂടുതലായിട്ടുള്ളൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു ഫോർമുല NP2O5 എന്നാണ്. അതായത് ഒരു 18% നൈട്രജനും ഒരു 46% അതിലുള്ളത് ഫോസ്ഫറസും ആണ് കേട്ടോ. അപ്പോൾ DAPയും നമുക്ക് പെറ്റൂണിയയ്ക്ക് കൊടുക്കാനായിട്ട് നല്ലതാണ്. എപ്പോഴും മാക്സിമം ഡയല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ DAP. ഇനി നാച്ചുറൽ വളങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം കേട്ടോ. ബോൺ മീൽ നല്ലൊരു നാച്ചുറൽ വളമാണ്. സ്ലോ റിലീസ് ഫെർട്ടിലൈസറാണ് നമ്മുടെ ബോൺ മീൽ എന്ന് പറഞ്ഞാൽ. ഇതിനകത്ത് 10 മുതൽ 15% വരെ ഫോസ്ഫറസ് ആണുള്ളത് കേട്ടോ. പിന്നെ വരുന്നത് റോക്ക് ഫോസ്ഫേറ്റ് ആണ്. പിന്നെ വരുന്നത് പ്രോം എന്ന് പറയുന്നൊരു ഫെർട്ടിലൈസർ ഉണ്ട് കേട്ടോ. അതെന്ന് പറഞ്ഞാൽ ഫോസ്ഫേറ്റ് റിച്ച് ഓർഗാനിക് മാന്യൂറാണ് പ്രോമിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നാച്ചുറലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറാണ്. നമുക്ക് കൂടുതലും പെട്ടെന്നുള്ള റിസൾട്ടാണെങ്കിൽ നമ്മൾ കെമിക്കലി തന്നെ കൊടുക്കണം. ഈ പറഞ്ഞ കൂട്ടിനുള്ള വളങ്ങളെല്ലാം ഓൺലൈൻ കിട്ടുന്നതാണ്. ഈ പറഞ്ഞ കൂട്ടിനെ നോക്കിയും കണ്ടും വേണം പെറ്റൂണിയയ്ക്ക് നമ്മൾ വളങ്ങൾ ചെയ്യാനേ.